ഒരുപാട് ഭക്തജനങ്ങൾ സാധാരണ ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉദയാസ്തമന പൂജയ്ക്കൊക്കെയും ഇത്ര തുക വരുന്നത്? ഇതെല്ലാം സാധാരണക്കാർക്കും ചെയ്യണ്ടേ, അതോ ഇനി ഇതെല്ലാം പണക്കാർക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള വഴിപാടുകളാണോ എന്ന് പോലും ഒരുപാട് ഭക്തജനങ്ങൾ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് ഞങ്ങൾ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം. നമസ്കാരം, ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ഭക്തജനങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഇന്നത്തെ ഈ ദിവസം സുഖമായിട്ട് ഇരിക്കുന്നുവെന്ന് കരുതുകയാണ്. ഏകദേശം 1.5 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 4 വഴിപാടുകളും അതിൻ്റെ യഥാർത്ഥമായ ഫലപ്രാപ്തിയെയും കുറിച്ചായിരുന്നു ആ വീഡിയോ. ആ കൂട്ടത്തിൽ അഹസ് വഴിപാടിനെ കുറിച്ച് നമ്മളിന്ന് പറഞ്ഞു പോയിരുന്നു. എന്നാൽ ആ വീഡിയോയുടെ താഴെ കമന്റിൽ അഹസ് വഴിപാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ കാണുവാനായിട്ട് ഇടയായി. കൂടാതെ വാട്സപ്പിൽ ഞങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകളും വന്നു. അഹസ് വഴിപാട് എന്താണ് മോനെ, കൂടുതലായി അതിനെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹമുണ്ട്, ഒരു വീഡിയോ ചെയ്യാവോ എന്ന് പോലും ഒരുപാട് ഭക്തജനങ്ങളും അമ്മമാരൊക്കെ ചോദിക്കുകയുണ്ടായി. അതിന് പ്രതിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഹസ് വഴിപാടുമായി ബന്ധപ്പെട്ട് ആക്കാമെന്ന് ഞങ്ങൾ കരുതിയത്. കണ്ണനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. വീഡിയോ മുഴുവനായി തന്നെ കാണുക, പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ കേട്ടിരിക്കുക. പിന്നെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ, അതിനൊരു മടിയും കാണിക്കേണ്ട. എന്നിരുന്നാൽ മാത്രമേ ഒരുപാട് ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന വീഡിയോകളെല്ലാം എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ വഴിപാട് കൗണ്ടറിൽ അഹസ് വഴിപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് അഹസ് വഴിപാട്? നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഒരു ദിവസത്തെ എല്ലാ നിവേദ്യങ്ങളും പ്രസാദങ്ങളും ഭക്തർ അല്ലെങ്കിൽ ഭക്തൻ തൻ്റെ സമർപ്പണമായി ഭഗവാന് ഗുരുവായൂരപ്പന് അർപ്പിക്കുന്നതിനെയാണ് അഹസ് വഴിപാട് എന്ന് പറയുന്നത്. ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത കുടുംബസമേതമോ അല്ലാതെയോ അഹസ് വഴിപാട് ചെയ്യുന്നത് വഴി രാവിലെ മലർ നിവേദ്യം മുതൽ രാത്രി അത്താഴ പൂജ വരെയുള്ള എല്ലാ പൂജകളുടെയും ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് അഹസ് വഴിപാട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതിപ്രശസ്തമായ ഉദയാസ്തമന പൂജയെക്കുറിച്ച് നമ്മൾ എല്ലാ ഭക്തജനങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ മുടക്കി ഭക്തർ ചെയ്യുന്ന ഉദയാസ്തമന പൂജ അതിപ്പോൾ 2050 വരെ ബുക്കിംഗ് ആണെന്നാണ് അറിയുവാനായിട്ട് സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ അഹസ് വഴിപാട് അല്ലെങ്കിൽ ഉദയാസ്തമന പൂജ എന്നാണ് പറയാറുള്ളത്. അതിന്റെ കാരണം ഉദയാസ്തമന പൂജ ചെയ്യുവാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് അഹസ് വഴിപാട് ചെയ്താലും മതിയെന്നും പറയപ്പെടുന്നു. ഒരുപാട് ഭക്തജനങ്ങൾ സാധാരണ ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉദയാസ്തമന പൂജയ്ക്കൊക്കെയും ഇത്ര തുക വരുന്നത്? ഇതെല്ലാം സാധാരണക്കാർക്കും ചെയ്യണ്ടേ, അതോ ഇനി ഇതെല്ലാം പണക്കാർക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചിട്ടുള്ള വഴിപാടുകളാണോ എന്ന് പോലും ഒരുപാട് ഭക്തജനങ്ങൾ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് ഞങ്ങൾ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം. സന്തോഷത്തോടെ ഒരു പൂ സമർപ്പിച്ചാൽ പോലും ഭഗവാൻ അത് 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനാൽ വലിയ തുക മുടക്കിയുള്ള വഴിപാടുകൾ വേണോ, ചെറിയ തുക മുടക്കിയുള്ള വഴിപാടുകൾ വേണോ, ഇനി വെറും സമർപ്പണം മാത്രം മതിയോ എന്നുള്ള കാര്യമൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഹസ് വഴിപാടിനെ കുറിച്ചാണ്. ഏകദേശം 3000 രൂപയാണ് അഹസ് വഴിപാട് റെസീറ്റ് ആക്കുവാൻ ഒരാൾക്ക് ചിലവ് വരിക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്നാണ് നിങ്ങൾക്ക് അഹസ് വഴിപാട് റെസീറ്റ് ആക്കേണ്ടത് എങ്കിൽ തലേ ദിവസം ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അന്നത്തെ ആവശ്യത്തിന് വേണ്ടി അന്ന് തന്നെ നമുക്ക് ഇത് റെസീറ്റ് ആക്കുവാൻ സാധിക്കുകയില്ല. തലേ ദിവസമോ മുന്നേ 2-3 ആഴ്ചയൊക്കെ മുമ്പ് നമുക്ക് അഹസ് വഴിപാട് ബുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ട് വഴിപാട് കൗണ്ടറിൽ നിന്നോ വഴിപാട് ഷീട്ടാക്കാവുന്നതാണ്. വെബ്സൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും അത് അവൈലബിൾ ആയിരിക്കില്ല. ഒരുപാട് ഭക്തജനങ്ങൾ അങ്ങനെ പറയാറുണ്ട്. എപ്പോഴും നേരിട്ട് പോയി ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത
ഈ വഴിപാട് കഴിപ്പിക്കുന്നത് വഴി ഒരു ദിവസത്തെ എല്ലാ പൂജകളുടെയും ഭാഗമാവുകയാണ് ചെയ്യുന്നത് എന്ന് വീഡിയോയുടെ തുടക്കമേ നമ്മൾ പറഞ്ഞിരുന്നു. എന്തെല്ലാം പ്രസാദങ്ങളാണ് ഇതുവഴി നമുക്ക് ലഭിക്കുക? ആ ഒരു കാര്യത്തിൽ ഒട്ടേറെ ഭക്തജനങ്ങൾക്ക് സംശയമുണ്ട്. വെള്ള നിവേദ്യം, പാൽ പായസം, നെയ് പായസം, അപ്പം, അട, കളഭം, ആടിയ എണ്ണ, ത്രിമധുരം, തിരുമുടിമാല തുടങ്ങിയ എല്ലാ വഴിപാടുകളും നമുക്ക് പ്രസാദമായി കൗണ്ടറിൽ നിന്നും ഇതുവഴി ലഭിക്കുന്നതാണ്. ഈ കൂട്ടത്തിൽ അപ്പവും അടയും രാത്രി മാത്രമേ ലഭിക്കുകയുള്ളൂ. ആ കാര്യമൊന്ന് ഞങ്ങളുടെ ഭക്തജനങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക. ഇനി അവസാനമായി അഹസ് വഴിപാടിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യവിജയമാണ് അഹസ് വഴിപാട് കഴിപ്പിക്കുന്നത് കൊണ്ട് ഭക്തജനങ്ങൾക്ക് ലഭിക്കുക. അതിൽ ഏറ്റവും പ്രധാനമാണ് തൊഴിൽ തടസ്സങ്ങൾ നീങ്ങുക എന്നത്. തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ഒട്ടേറെ ഭക്തജനങ്ങൾ അഹസ് വഴിപാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമർപ്പിക്കുവാറുണ്ട്. അഹസ് വഴിപാട് അല്ലെങ്കിൽ കൃഷ്ണനാട്ടം എന്ന രീതിയിലാണ് ചെയ്യുവാറുള്ളത്. ഓർത്തുകൊള്ളുക, ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴിൽ തടസ്സങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട 2 വഴിപാടുകളിലൊന്നാണ് കൃഷ്ണനാട്ടവും അതുപോലെ തന്നെ അഹസ് വഴിപാടും. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പാൽ പായസം മുതൽ ത്രിമധുരം വരെയുള്ള എല്ലാ പ്രസാദങ്ങളും ഇതുവഴി പ്രസാദമായി നമുക്ക് ലഭിക്കുമെന്നതിനാൽ സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അഹസ് വഴിപാടിലെ ഫലപ്രാപ്തിയിൽ നിക്ഷിപ്തമാണ്. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. അഹസ് വഴിപാടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് അത്രമേൽ ലളിതമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് ഭക്തജനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കുമുള്ള ഒരു മറുപടിയായിട്ട് ഇന്നത്തെ ഈ വീഡിയോ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റിൽ എഴുതുവാൻ മടിക്കരുത്. ഭക്തജനങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യുവാനുള്ള, അടുത്ത ക്ഷേത്ര യാത്രകൾ ചെയ്യുവാനുള്ള പ്രചോദനമാണ്. അതിനാൽ ഒരു മടിയും കൂടാതെ താഴെ കമന്റിൽ നിങ്ങളുടെ വിലപ്പെട്ട വാക്കുകൾ എഴുതിക്കൊള്ളുക. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഭരത് എന്ന നാമധേയത്തിലുള്ള ഒരു ഏട്ടനാണ്. ഏട്ടൻ്റെ സ്വദേശം എറണാകുളം. ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന് കാത്തിരുന്ന് അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അതിൻ്റെ സന്തോഷത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ, അഹസ് വഴിപാടുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ വലിയ മനസ്സിന് നന്ദി. ആ ഏട്ടനും ഏട്ടൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും 10 പേരെ നമ്മൾ കമൻറ്റിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ പേരുകളും ഇതാ താഴെ കൊടുക്കുന്നു. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക. എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക്, ഈ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് ഭക്തർ വന്നിട്ടുള്ളത് എങ്കിൽ, വീഡിയോകളെല്ലാം കാണുന്നത് എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന വീഡിയോകൾ ചെറുതായൊന്ന് ലൈക്കും ചെയ്യാട്ടോ. അതിനൊരു മടിയും കാണിക്കേണ്ട. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി പുതിയ ക്ഷേത്രയാത്രകളും ഭഗവാന്റെ വർണ്ണനകളും